ഒപ്റ്റിമസ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിന് ISRO ഏത് രാജ്യവുമായാണ് കരാറിലേർപ്പെട്ടത്? ഓസ്ട്രേലിയ. ഇന്ത്യയുടെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്ത്? ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തതെവിടെ? പൂനെ. തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? ഉദയനിധി സ്റ്റാലിൻ. 2024 സ്കൂൾ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തിയ മംഗലം കളി ഏത് സമുദായത്തിന്റെ അനുഷ്ഠാന നൃത്തമാണ്? മാവിലൻ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മാവിലൻ സമുദായത്തിന്റെ അനുഷ്ഠാന കലയാണ് മംഗലം കളി. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആര്? പാർവതി തിരുവോത്ത്. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കെ-ഫോൺ പദ്ധതി. കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. തൊണ്ണൂറ്റഞ്ച് വർഷം മുമ്പ് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന മാപ്പിളപ്പാട്ട് കൃതിയായ ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ്സ മലയാളത്തിലേക്ക് ഏത് പേരിലാണ് മൊഴിമാറ്റിയത്? തിരുവിതാംകൂർ മാല. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി ദേശീയ മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം. ഏത് സംസ്ഥാനത്തെ തദ്ദേശീയ ജനതയ്ക്ക് ഭൂമിക്ക് മേൽ അവകാശം സ്ഥാപിച്ചു നൽകാനുള്ള കർമ്മ പരിപാടിയാണ് മിഷൻ വസുന്ധര? അസം. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവംബറിൽ നിലവിൽ വന്ന ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? അമിത് ഷാ. സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചത് ഏതു ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. പേരയും ചാമ്പയും ഉൾപ്പെടുന്ന മിർട്ടാസിയ കുടുംബാംഗമായ പുതിയ സ്പീഷീസ് കുറ്റിച്ചെടിയെ കേരളത്തിൽ തിരിച്ചറിഞ്ഞു. എന്താണ് അതിന് ഗവേഷകർ നൽകിയ പേര്? യൂജീനിയ ഏലപ്പാറൻസിസ്. ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നാണ് ഗവേഷകർ ഈ സസ്യത്തെ കണ്ടെത്തി വർഗീകരിച്ചത്. കർഷകർക്കുള്ള എല്ലാ സേവനവും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി
കേരള കൃഷി വകുപ്പ് പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യ സംയോജിത പോർട്ടൽ. കതിർ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 പുരസ്കാര ജേതാവ് ആരാണ്? മോഹൻലാൽ. ഇന്ത്യയിലെ ആദ്യ സഹകരണ ഔഷധ സസ്യ സംസ്കരണ സംഭരണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? മറ്റത്തൂർ. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് സംരംഭം ആരംഭിച്ചത്. കർഷകർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പാക്കാൻ ജനസേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആശ്രയ. (2024) കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം ലഭിച്ച ബ്രസീലിയൻ ചിത്രം. മാലു. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചതാർക്ക്? ഹർഷാദ് ഹാഷ്മി. കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനുമായി ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. കേര. കേരള എക്കണോമിക് റിവൈവൽ പ്രോഗ്രാം എന്നതാണ് പൂർണ്ണരൂപം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തതെവിടെ? രാമേശ്വരം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനുള്ള റെയിൽവേയുടെ പരിപാടി ഏത്? മേരി സഹേലി. യുണിസെഫ് ഇന്ത്യ നാഷണൽ അംബാസിഡറായി നിയമിച്ച ബോളിവുഡ് നടി ആര്? കരീന കപൂർ.